ദൈവത്തിന് മഹത്വം. അല്പസമയ ചിന്തയ്ക്കായി രമ്യാപ്രവചനം 32:27. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? 6 ദിവസം കൊണ്ട് മനോഹരമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിലുള്ള സകല ചരാചരങ്ങളെയും നിർമ്മിച്ചവൻ, മനുഷ്യനെ പൊടിയിൽ നിന്ന് നിർമ്മിച്ച് ജീവശ്വാസം ഊതി ജീവൻ നൽകിയവൻ, കടലിൽ കൂടി നടന്നവൻ, കടലിന് അതിര് കൽപ്പിച്ചവൻ, കടലിനെ ശാന്തമാക്കിയവൻ, 3.5 വർഷക്കാലത്തെ ശുശ്രൂഷ കാലഘട്ടം കൊണ്ട് പല രോഗികളെയും ഭൂതങ്ങളെയും മരിച്ചവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നിട്ടുണ്ട്. ആമേൻ. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല എന്ന് തൻ്റെ പ്രവൃത്തി കൊണ്ട് തെളിയിച്ചു. ആമേൻ. എന്നാൽ നമ്മളിൽ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്: എന്തുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി കാണുവാൻ കഴിയുന്നില്ല? ഞാൻ ദൈവത്തെ സ്നേഹിച്ചിട്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി കാണുവാൻ കഴിയുന്നില്ല? നമ്മൾ പലരും ഇങ്ങനെ ചോദിക്കാറില്ലേ? ആമേൻ. യോഹന്നാൻ 11 നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യേശുവിനെ സ്നേഹിച്ചിരുന്ന ഒരു കുടുംബത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും കുടുംബം നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. ഈ മറിയ പലപ്പോഴും യേശുവിൻ്റെ പാദം പരിമള തൈലം പൂശി തൻ്റെ മുടി കൊണ്ട് തുടയ്ക്കുവാനിടയായി തീർന്നു. അത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചിരുന്ന കുടുംബം. യേശു ആ ഭവനത്തിൽ ബെഥാനിയയിൽ പോകുമ്പോൾ ആ ഭവനത്തിൽ എപ്പോഴും പോകാറുള്ള കുടുംബം. യേശുവിനെ സ്നേഹിക്കുകയും യേശു സ്നേഹിക്കുകയും ചെയ്തിരുന്ന കുടുംബം. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ആ ഭവനത്തിൻ്റെ പ്രതീക്ഷയായിരുന്ന ലാസറിന് ദീനം പിടിക്കുവാനിടയായി തീർന്നു. ആ ദീനവിവരം ആദ്യം അറിയിക്കുന്നത് അവർ സ്നേഹിച്ചിരുന്ന യേശുവിനെയാണ്. ആ വിവരം ആദ്യം അറിയിക്കുവാനിടയായി തീർന്നത്. ആ അറിയിച്ചപ്പോൾ യേശു പറഞ്ഞ ഒരു മറുപടിയുണ്ട്: ഈ ദീനം മരണത്തിനല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടുവാനാണ്. ഈ ദീനം മരണത്തിനല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. ആമേൻ. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഞാൻ അനുഭവിക്കുന്ന ദുഃഖമാകട്ടെ, രോഗമാകട്ടെ, പ്രയാസമാകട്ടെ, പ്രതികൂലമാകട്ടെ, എന്ത് സാഹചര്യമായാലും എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഇത് ഈ മരണത്തിനല്ല, എന്നെ തകർക്കുവാനല്ല, എന്നെ മുടിക്കുവാനല്ല. ഇതെൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനാണെന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ലാസർ മരിച്ച് 4-ാമത്തെ ദിവസം ആ ഭവനത്തിൽ യേശു എത്തിപ്പെടുവാനിടയായി തീർന്നു. 4-ാമത്തെ ദിവസം ലാസർ മരിച്ചു. ലാസറിനെ അടക്കം ചെയ്യപ്പെട്ട് യേശു ആ കല്ലറക്കൽ മുന്ന് വന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്: ലാസറെ പുറത്തു വാ. ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഇത് മരണത്തിനല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടുവാനാണ്. കല്ലറയ്ക്ക് മുന്നിൽ വന്നിട്ട് നമുക്ക് തന്നെ ചിന്തിക്കുവാൻ കഴിയും. ലാസർ മരിച്ച് 4 ദിവസമായി. 4 ദിവസമാകുമ്പോൾ നാറ്റം വെച്ച അവസ്ഥയിലായിരിക്കുമെന്ന് നമുക്ക് തന്നെ ചിന്തിക്കാം. 4-ാമത്തെ ദിവസം യേശു വന്നിട്ട് കൽപ്പിച്ചൊരു വാക്കുണ്ട്: ലാസറെ പുറത്തു വാ. യേശു ആ വാക്ക് പറയുമ്പോൾ ലാസർ കല്ലറയ്ക്കുള്ളിൽ ഇരുന്ന അവസ്ഥയിലാണ് പുറത്തു വന്നതെങ്കിൽ ആർക്കും അവിടെ നിൽക്കുവാൻ കഴിയത്തില്ല. യേശു കൽപ്പിച്ചപ്പോൾ ലാസർ ഒരു വ്യക്തിയായിട്ട് കല്ലറയ്ക്കുള്ളിലിരുന്ന വ്യക്തിയായിട്ടല്ല, ഒരു സാധാരണ വ്യക്തിയായി പുറത്തു വരുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവപ്രവൃത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനുള്ളപ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിലല്ല, നാം നാറ്റം വെച്ച അവസ്ഥയിലല്ല പുറത്തു വരുന്നത്. ഒരു പുതിയ വ്യക്തിയായി, പുതിയ അനുഭവത്തോടെ നമുക്ക് പുറത്തു വരുവാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ആ ദൈവത്തിലൊന്ന് വിശ്വസിക്കുവാൻ കഴിയുമോ? ഏത് സാഹചര്യത്തിലും പറയുവാൻ സാധിക്കുമോ? ഇതെൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനാണ്, ഇതെൻ്റെ ജീവിതത്തെ തകർക്കുവാനല്ല, എന്നെ പണിയുവാനാണെന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? ആ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.